എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രമാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ട്രിവാൻഡ്രം സീറ്റിന്റെ തൊട്ടടുത്തിരിക്കുന്ന ക്ഷേത്രമാണ്. ഞാൻ 2023 മുതലാണ് ആ ക്ഷേത്രം അറിയാനും ആ ക്ഷേത്രത്തിൽ പോകാനും തുടങ്ങിയത്. പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നറിയില്ല. എൻ്റെ കുടുംബക്ഷേത്രമല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമല്ല, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമല്ല. നമ്മളവിടെ സീറ്റിൽ എംടെക്കിന് പഠിക്കുമ്പോൾ റെൻറ്റിന് നിന്ന ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ ആ ക്ഷേത്രമായിട്ട് എനിക്ക്. പക്ഷേ അവിടെ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഈ ഇടയായിട്ട്, അതായത് ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് അവിടെ വസുദേവ യജ്ഞം നടക്കുകയാണ്. അപ്പോൾ 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതിനു മുന്നേ ഒരു ദിവസം നമ്മൾ പോയി, ഇന്നും പോയി. അവിടെ നല്ല മാലകളും അതുപോലെ തന്നെ കുപ്പിവളകൾ, നിങ്ങളെ ഞാൻ കാണിച്ച ആ മാലകൾക്ക് വെറും 50 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മാലയ്ക്ക് 50 രൂപ. അവിടെ കിടക്കുന്ന ഏത് മാല എടുത്താലും 50 രൂപയാണ്. വലുതായാലും ചെറിയ ലോക്കറ്റ് ഉള്ളതായാലും 50 രൂപയേ ഉള്ളൂ. പിന്നെ കുപ്പിവളകൾ ഉണ്ടായിരുന്നു. വളകൾ എനിക്ക് ഇഷ്ടമാണെങ്കിലും എൻ്റെ കൈ അത്ര ഒതുങ്ങൂല. അപ്പം എനിക്ക് സാധാ ഒരു ചെറിയ സൈസ് വളയൊന്നും ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ ആ സൈഡിലോട്ടേ നോക്കിയില്ല. ആ മാലകളുടെ അടുത്തുനിന്ന് എൻ്റെ കണ്ണ് മാറുന്നില്ലായിരുന്നു. എനിക്ക് എന്തോ ആ മാലകളെല്ലാം വാങ്ങണമെന്നുണ്ടായിരുന്നു. പല നിറത്തിലുള്ളതായിരുന്നെങ്കിൽ വീണ്ടും ഞാൻ നോക്കിയേ. എല്ലാം വൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്കും ഒരു കുഞ്ഞു ലോക്കറ്റ് മോക്കും. പക്ഷെ ആ കുഞ്ഞു ലോക്കറ്റും എനിക്കും ഇടാം. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാമല്ലോ. ആ മാലകൾ അങ്ങനെ അതേ രീതിയിൽ കോർത്തിട്ടിരിക്കുന്ന കാണാനുണ്ടല്ലോ, നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ആളുടെ ആ ഒരു സെയിൽസിന്റെ ട്രിക്സും ഭയങ്കര നല്ലതായിരുന്നു. ഇതാണ് ഞാൻ വാങ്ങിയ 2 മാല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ വന്ന ഒരുവിധമുള്ള എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. സാധാ ചുമ്മാ ഒരു ആണിയിൽ ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നില്ല. ആ ഒരു മാലേന്റെ ഭംഗി കാണിക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹം അതവിടെ കോർത്തിട്ടിരിക്കുന്നത്. ആ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് മോക്കിട്ട് കൊടുത്തു. അവള് പട്ടുപാട ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഡ്രസ്സിൽ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. എനിക്കും ശരിക്കും ഇഷ്ടമായി ആ മാല. പിന്നെ പാനിപ്പൂരി, അങ്ങനെ ചെറിയ പാനിപ്പൂരി, പോപ്കോൺ, പിന്നെ ബൂസ്റ്റ് ഷർബത്തും അതുപോലെ തന്നെ കുലുക്കി മാത്രമാണ് ഉണ്ടായിരുന്നത്. കുലുക്കി കഴിഞ്ഞവണ പോയപ്പോൾ നമ്മൾ കുടിച്ചതാണ്. ഭയങ്കര ഇതൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇത്തവണ വാങ്ങിയില്ല. പാനിപ്പൂരി കൊള്ളായിരുന്നു. ഒറിജിനൽ പാനിപ്പൂരി അല്ലായിരുന്നെങ്കിൽ പോലും